ഈസി ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വിനീതമായ സ്വാഗതം. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ എപ്പിസോഡ് വീണ്ടും സംപ്രേഷണം ചെയ്യുവാൻ കഴിഞ്ഞത്. പുതിയ എപ്പിസോഡുകൾ കാണാതിരുന്നപ്പോൾ വളരെ പ്രചോദനം നൽകി വീണ്ടും പുനരാരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ട എല്ലാവരോടും കൃത്യമായി നന്ദി അറിയിക്കുന്നു. ചരിത്രത്തിൻ്റെ പിന്നിലെ പശ്ചാത്തലങ്ങളെ പറയുന്ന, സംഭവങ്ങൾക്ക് പിന്നിലെ സാഹചര്യങ്ങളെ അവതരിപ്പിക്കുന്ന, കഥകളുടെ കാണാപ്പുറങ്ങളെ നമ്മുടെ മുന്നിൽ അനാവൃതമാക്കുന്ന ഈ എപ്പിസോഡുകൾ അറിവിനും അതിനപ്പുറം നമ്മുടെ ജിജ്ഞാസകൾക്കും വളരെ ഉതകുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇന്ന് ബൈബിളിൽ വിചിത്രമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള, അധികം പറഞ്ഞിട്ടില്ലാത്ത, തുടക്കവും ഒടുക്കവും അധികമാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്കാണ് നാം കടന്നു പോകുന്നത്. ആ മനുഷ്യൻ്റെ പേര് ഹൂര് എന്നാണ്. ഹൂരിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഒരു സഞ്ചാരം. എല്ലാവർക്കും വിനീതമായ സ്വാഗതം. ഹൂരിനെ കുറിച്ച് അല്പചരിത്രങ്ങൾ നമുക്ക് ദിനവൃത്താന്ത പുസ്തകങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാലേബ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ 2ാമത്തെ ഭാര്യയായ എഫ്രാത്തയിൽ, 2ാമത്തതല്ല, യഥാർത്ഥത്തിൽ 3ാമത്തെ ഭാര്യയാണ്. 1ാമത്തെ ഭാര്യ അസൂബ മരിച്ചതിന് ശേഷം തൻ്റെ ജീവിത പങ്കാളിയായി താൻ എഫ്രാത്തയെ തിരഞ്ഞെടുക്കുന്നു എന്നും എഫ്രാത്തയിൽ നിന്ന് ഹൂര് ജനിച്ചു എന്നും ഹൂര് ഹൂരിയെയും ഹൂരി ബസലേലിനെയും ജനിപ്പിച്ചുവെന്നും അവിടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹൂദ ഗോത്രജനായിരിക്കുന്ന ഈ മനുഷ്യൻ വിവാഹം ചെയ്ത എഫ്രാത്ത റബൂനിക് പാരമ്പര്യമനുസരിച്ച് മോശയുടെ സഹോദരിയായ മിരിയാമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മിരിയാമിൻ്റെ പുത്രനായിരുന്നു ഹൂര്. ഹൂരിൻ്റെ അപ്പൻ്റെ പേര് കാലേബ് എന്നുമാണ്. ഈ ഹൂരിനെ സംബന്ധിച്ചിടത്തോളം മോശയ്ക്ക് തൻ്റെ സഹോദരി പുത്രൻ എന്ന നിലയിൽ പ്രത്യേകമായൊരു പരിഗണന അവന് ലഭ്യമായി തീർന്നതാകാം. അല്ലെങ്കിൽ മോശയുമായുള്ള സഹവർത്തിത്വ നിമിത്തം ആ ജനത്തിൻ്റെ ഇടയിൽ ഒരു നായക സ്ഥാനം കൂടെ തനിക്ക് ലഭ്യമാകും വിധം മോശയവനെ വിശ്വസ്തൻ എന്ന് എണ്ണിയതും ആകാം. തന്നോട് കൂടെ പരിചരിക്കുന്നവരിൽ പ്രാഗൽഭ്യവും സാമർഥ്യവുമുള്ളൊരു പുരുഷൻ എന്ന നിലയിൽ ഹൂരിനെ പരിഗണിച്ചതും ആകാം. ചില കാലങ്ങൾക്ക് ശേഷം ഹൂരിനെ കുറിച്ച് നാം കാണുന്ന ഭാഗം ഇങ്ങനെയാണ്. ഹൂര് ഈ ജനത്തിൻ്റെ ഇടയിൽ ഒരു നായകനായി തന്നെ പ്രത്യക്ഷപ്പെടുന്നു. റബൂനിക് പാരമ്പര്യമനുസരിച്ചും ബൈബിളിൽ പുറപ്പാട് പുസ്തകവും സംഖ്യാപുസ്തകങ്ങളിലും നാം വായിക്കുന്ന ചരിത്രമനുസരിച്ചും ഹൂരിനെക്കുറിച്ച് പറയുന്ന പ്രതിപാദിത ഭാഗം ഇങ്ങനെയാണ്. മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കിലേക്ക് നിയമസംഹിതകളെ കരഗതമാക്കുവാൻ വേണ്ടി ദൈവനിയോഗപ്രകാരം, ആജ്ഞപ്രകാരം കയറിപ്പോകുന്നു. തൊട്ടുമുമ്പ് യഹൂദ പുരുഷന്മാരിൽ അല്ലെങ്കിൽ ഇസ്രയേലിയ മൂപ്പന്മാരിൽ ശ്രേഷ്ഠരായിട്ടുള്ളവരെ തൻ്റെ അരികിൽ വരുത്തി അവർക്ക് വേണ്ടുന്നതൊക്കെ ശുദ്ധീകരണ നിയമപ്രകാരം ചെയ്ത് അതിനുശേഷം അവരുമായി പർവ്വത മുകളിലേക്ക് ആരോഹണം ചെയ്യുന്നു. ഏകദേശം അല്പഭാഗങ്ങൾ കൂടെ മുൻപോട്ട് പോയതിനു ശേഷം ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ മൂപ്പന്മാരുടെ ഗണത്തെ അവിടെ വിട്ടതിന് ശേഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവയുമായി പർവ്വതത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്നു. എന്നാൽ അത്യുന്നതമായ ദൈവനിവാസം തനിക്ക് പ്രാപ്യമായിരുന്ന ആ ഇടം വരെയും യോശുവയും താൻ കൊണ്ടുപോയില്ല. കാത്തിരിക്കാൻ പറഞ്ഞിട്ട് ഉന്നതമായ ഇടങ്ങളിലേക്ക്, ഉത്തംഗ ശൃംഗങ്ങളിലേക്ക് മോശ കയറിപ്പോയി. പിന്നീട് ഈ ഇസ്രയേലി മൂപ്പന്മാർ ദൈവസാന്നിധ്യത്തെ ഒരു തീ പോലെയും പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം നീലക്കല്ല് പടുത്തതുപോലെയും കാണുന്നു എന്നാണ് ചരിത്രരേഖകളിൽ ആലേഖിതമായിരിക്കുന്നത്. കാര്യങ്ങൾ തനിക്ക് ലഭ്യമാകേണ്ടതിന് പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശയ്ക്ക് പിന്നീട്
അധിക സമയങ്ങൾ അവിടെ ചിലവാക്കേണ്ടി വന്നു. ഇതേ സമയം കയറിപ്പോകുമ്പോൾ മോശ സ്ഥലത്തില്ലാത്തതിനാൽ, ജനത്തിൻ്റെ ഇടയിൽ താൻ ഇല്ലാത്തതിനാൽ ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ ജനം ആ വിഷയത്തെ അഹരോൻ്റെയും ഹൂരിൻ്റെയും അരികിൽ കൊണ്ടുവന്ന് പരിഹരിക്കണമെന്ന് മോശ അവർക്ക് നിബന്ധന കൊടുത്തിട്ടാണ് കയറിപ്പോകുന്നത്. ഇങ്ങനെ ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മോശ കയറിപ്പോകുമ്പോൾ ജനത്തിൻ്റെ ഇടയിലെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യത്തക്ക നിലയിലുള്ള പ്രാപ്തി ഹൂരിനും അതോടൊപ്പം അഹരോനും ഉണ്ടായിരുന്നുവെന്ന് മോശയ്ക്ക് സുനിശ്ചിതമായിരുന്നു. എന്നാൽ മോശ കയറിപ്പോയി. ഈ മൂപ്പന്മാരുടെ ഗണം മുകളിലേക്ക് കയറിപ്പോയി. ഈ നായകന്മാരുടെ രാഹിത്യം നിമിത്തം തങ്ങൾക്കുണ്ടായ ആ ഒരു സമയത്തെ അരാജകത്വം ഈ ജനത്തെ വല്ലാതെ ബാധിച്ചു. തന്നിമിത്തം ഇവരെ ഈജിപ്തിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്നതിൽ നടത്തിപ്പുകാരായി ദൈവമോ അല്ലെങ്കിൽ ദൈവ പ്രതിനിധികളായി പ്രത്യക്ഷപ്പെട്ടവരോ ഒന്നും തങ്ങളോടുകൂടെ ഇല്ല എന്ന് കണ്ടിട്ട് ഇവർ ഹൂരിനോടും മോശയോടും പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ മുന്നിൽ നടന്ന് ഞങ്ങളെ നയിക്കേണ്ടതിന് ദൈവപുരുഷനായ മോശ ഇവിടെ ഇല്ല. ആ ഭാഗം യഹൂദ പാരമ്പര്യത്തിൽ പറയുന്നു, 6 നാഴികയിൽ അധികം സമയം മോശ ഞങ്ങളിൽ നിന്ന് കയറിപ്പോയിട്ടിപ്പോൾ ആകുന്നു. തിരികെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വൈകുന്നു. തന്നിമിത്തം ഞങ്ങൾക്ക് നായകനായിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിനും നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കിത്തരണം എന്ന് പറയുന്നു. ഇതേ സമയം 2 കൽപ്പനകളിലായി ദൈവം തൻ്റെ ജനത്തിന് നിയമസംഹിതകളുടെ കരട് രൂപത്തെ ആലേഖിതമാക്കി മോശയുടെ കരത്തിൽ നൽകുന്ന സമയമാണിത്. മോശ ജനം പ്രതീക്ഷിച്ചതിനേക്കാൾ വൈകിയതിനാൽ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ട് ജനം ആദ്യം ഹൂരിനെ സമീപിക്കുന്നു. എന്നാൽ ഹൂര് അവരുടെ നടുവിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്നലകളിൽ നിങ്ങളെ നടത്തിക്കൊണ്ടുവന്ന ആ ദൈവം നിങ്ങളുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങളെയും നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെയും നിങ്ങൾ സ്മരിക്കണം. അതിനാൽ മോശ വരും വരെ നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറയുന്നു. അവർ എത്ര നിർബന്ധിച്ചിട്ടും ഒരു വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കുവാൻ ഹൂര് തയ്യാറാകാത്തതിനാൽ സംഭവിച്ച കാര്യം ഇവണ്ണമാണ്. ജനം പെട്ടെന്ന് ഒരു കലാപം ഉണ്ടാക്കുകയും ഹൂരിനെ അവരുടെ ഇടയിൽ വെച്ച് കൊന്നുകളയുകയും ചെയ്തു. വീണ്ടും വിഷയങ്ങൾ അഹരോന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അഹരോന്റെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ സംഭവിച്ച കാര്യം, അഹരോൻ ഈ ഹൂരിനുണ്ടായ പെട്ടെന്നുണ്ടായ മരണം, അതിനെക്കുറിച്ച് യഹൂദ പാരമ്പര്യങ്ങൾ, റബൂനിക് പാരമ്പര്യങ്ങൾ അതിൽ കാണുന്നത് ഇങ്ങനെയാണ്: നിശ്ചലമായി കിടക്കുന്ന ഹൂരിൻ്റെ ശരീരം കണ്ടിട്ട് അഹരോൻ ഭയന്നുപോയി. എങ്കിലും ഈ ജനത്തിൻ്റെ ഇടയിൽ പാപം ഉണ്ടാകാതിരിക്കേണ്ടതിന്, വിഗ്രഹാരാധനയെ പാപമെന്ന് കാണുന്നത് കൊണ്ട് പാപം ഉണ്ടാകാതിരിക്കേണ്ടതിന് അദ്ദേഹം മോശ വരും വരെ ജനത്തെ അടക്കുവാൻ വളരെ നിർബന്ധിതനായി. ഇതേ സമയം ഹൂര് വളരെ കാർക്കശ്യത്തോടുകൂടെയാണ് ഈ ജനത്തോട് സംസാരിച്ചതെന്നും ആ ചരിത്ര ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ ജനത്തിൻ്റെ ആവശ്യപ്രകാരം താൻ ഒരിക്കലും ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ഈ ജനത്തിന് കൊടുക്കുകയില്ല. അവരെ നടത്തിക്കൊണ്ടുവന്ന സനാതന മൂല്യങ്ങളുള്ള അത്യുന്നതനായ ദൈവത്തെ മാത്രം സേവിക്കേണ്ട ജനമായതുകൊണ്ട് താൻ അവർക്ക് പാപത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കില്ല എന്ന നിശ്ചയദാർഢ്യം കാണിച്ചതിനാലാണ് ഹൂരിന് മരണം വരിക്കേണ്ടി വന്നത് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്നാൽ അഹരോൻ ആദ്യം അവരോട്, ഞാനിപ്പോൾ ആദ്യം ഒരു യാഗപീഠം പണിയാമെന്നും ആ യാഗപീഠം പണിയും വരെയും മോശ വരുവാൻ താമസിക്കയില്ല എന്നുമാണ് അഹരോൻ കരുതിയത്. മോശ മടങ്ങി വരുന്നത് വരെ യാഗപീഠത്തിൻ്റെ നിർമ്മിതിയുടെ കാലതാമസം പറഞ്ഞ് ജനത്തെ പിടിച്ചു നിർത്താമെന്ന് അഹരോൻ കരുതിയിരുന്നെങ്കിലും യാഗപീഠ നിർമ്മിതിക്ക് ശേഷവും മോശ വരാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി പരുങ്ങലിലായി. ഇതേ സമയം ഹൂരിൻ്റെ ജീവനറ്റ ശരീരം താൻ കാണുകയാലും ആ ജനം അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയെ കണ്ട് താൻ ഭയന്നു പോകുകയാലും
ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾക്കും ഇഷ്ടങ്ങൾക്കും അഹരോൻ വശംവദനാകേണ്ടി വന്നു, ജീവനെ പ്രാണനെ പേടിച്ച് എന്നാണ് ആ ചരിത്ര ഭാഗത്ത് എഴുതുന്നത്. ഇതേ സമയം ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന പൊന്മോതിരങ്ങളെ തൻ്റെ കയ്യിൽ കൊണ്ടുവരുവാനും പൊന്നാഭരണങ്ങളെ തൻ്റെ കയ്യിൽ കൊണ്ടുവരുവാനും താൻ പറഞ്ഞു എന്നും പിന്നീട് ആ ജനത്തോട് ചേർന്ന് അതിനെ യാഗപീഠത്തിങ്കൽ തന്നെ അർപ്പിച്ച് ഉരുക്കിയെടുത്ത് അതിനെ ഒരു കാളക്കുട്ടിയുടെ രൂപത്തിൽ താൻ വാർത്തെടുത്തെന്നും അതിന്മേൽ അതിന് രൂപം വരുത്തേണ്ടതിന് ഉപയോഗിച്ച കല്ലുകളിലും ഉപകരണങ്ങളിലും നിന്നുമായി ഇത് യഹോവയ്ക്കുള്ളത് എന്ന് താൻ വായിച്ചെടുത്തു എന്നും ഒരു ചരിത്രം റബൂനിക് സാഹിത്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം മോശ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ജനത്തിൻ്റെ ഇടയിൽ വലിയ ആർപ്പും ഉത്സവവും ഒക്കെ കാണുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് തങ്ങൾ പുറപ്പെട്ടു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികളും മറ്റും ഉത്സവങ്ങൾ ആചരിക്കുമ്പോൾ നടത്തി വന്നിരുന്ന ഒരാചാരമാണ് ഈ വലിയ ആഘോഷങ്ങൾ, വലിയ ശബ്ദാനുമാനമായ ബഹളങ്ങളൊക്കെ ഉത്സവങ്ങളുടെ നടുവിൽ നടക്കുന്നത്. ഇതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ജനം തിന്മാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാനായി എഴുന്നേറ്റു എന്ന് പരാമർശിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ജനം വലിയ ഉത്സവം ആചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിയമത്തിൻ്റെ കൽപ്പലകളെ വാങ്ങി നിയമത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ അധിഷ്ഠിതമായ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള അതിൻ്റെ റൂട്ട് നിയമം വാങ്ങി 10 കൽപ്പനകളായി അതിനെ വാങ്ങിക്കൊണ്ട് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഇതേ സമയം ജനം വല്ലാതെ ഉത്സവം ആചരിച്ച് ബഹളം വെക്കുന്നതും മോശ കേൾക്കുന്നത്. അപ്പോൾ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ കല്ലിന്മേൽ എഴുതിയിരുന്ന അല്ലെങ്കിൽ അപ്പോൾ രൂപപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന പണിയായുധങ്ങളിന്മേൽ പ്രത്യക്ഷപ്പെട്ട ഒരു എഴുത്ത് ഇത് യഹോവയ്ക്കുള്ളത് എന്ന് ആകയാൽ ഇത് യഹോവയുടെ ഉത്സവമെന്ന് അവർ പറഞ്ഞു എന്നും ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. തൽഫലമായി സംഭവിച്ച കാര്യം, ഈ ജനം മഹാപാപവും പാതകവും ചെയ്തു. പ്രാണനെ ഭയന്ന് അഹരോൻ ഇത് ചെയ്യുമ്പോൾ, ഈ വിധത്തിൽ ജനത്തിൻ്റെ ഇഷ്ടത്തിന് വശംവദനാകുമ്പോൾ കാർക്കശികമായി തങ്ങളുടെ ദൈവത്തിങ്കിൽ ഉറച്ചു നിൽപ്പാൻ പറഞ്ഞ ഹൂരിന് സ്വന്തം പ്രാണൻ കൊണ്ട് അതിന് വില കൊടുക്കേണ്ടി വന്നു. പക്ഷേ യഹൂദ ചരിത്ര പാരമ്പര്യങ്ങൾക്കിടയിൽ ഇതിഹാസ പുരുഷന്മാരുടെ ഒരു സ്ഥാനമാണ് ഹൂരിന് ജനം കൽപ്പിച്ചിട്ടുള്ളത്. പിതാക്കന്മാർ ആരാധനയുടെ വിശുദ്ധിയെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയുടെ വർജനത്തെ ഒക്കെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തനായ വ്യക്തിയും കഥാപാത്രവുമാണ് ഹൂര് എന്ന് നമുക്ക് ആ ചരിത്രത്തിൽ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതേസമയം മോശ ഇറങ്ങി വന്നു. മോശ ഈ ജനത്തെ അഭിചാരത്തിന് തുല്യമായ, വ്യഭിചാരത്തിന് തുല്യമായ പാപമായി വിഗ്രഹാരാധനയെ കണ്ട് ഈ ജനത്തെ ആ സ്വർണ്ണ കാളക്കുട്ടിയെ പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ഈ ജനത്തെ അവരുടെ അകൃത്യം കുടിപ്പിക്കുന്നു, അകൃത്യം വലിച്ചു കുടിക്കുന്നു എന്ന നിലയിൽ ആക്കിത്തീർത്തു എന്നും ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഇതേ സമയം ഈ ജനത്തിൻ്റെ ഇടയിൽ വലിയൊരു വിലാപവും വലിയൊരു സങ്കടവും ദൈവകോപത്തിൻ്റെ ഇടങ്ങളുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ദൈവദൂതന്മാരുടെ കൂട്ടത്തിൽ അനർത്ഥദൂതന്മാരായിരിക്കുന്ന 5 പേർ അതിനെക്കുറിച്ച് കോപം, ക്രോധം, ദേഷ്യം അങ്ങനെയൊക്കെ ഉള്ള വികാരങ്ങളെ ഇളക്കിവിട്ട് ജനത്തിൻ്റെ ഇടയിൽ തമ്മിൽ കലഹമുണ്ടായി മരിക്കത്തക്ക രീതിയിൽ അവരോട് വർത്തിപ്പാൻ കഴിയുന്ന 5 ദൂതന്മാർ മരണത്തിനായിട്ട് ഈ ജനത്തിൻ്റെ ഇടയിലേക്ക് ദൈവം പറഞ്ഞയച്ചു എന്നും ഇതേ സമയം മോശ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നു എന്നും അവർക്ക് വേണ്ടി മധ്യസ്ഥത പറഞ്ഞുവെന്നും ദൈവത്തോട് പറഞ്ഞുവെന്നും യഹൂദ ചരിത്ര ഭാഗത്ത് കാണുവാൻ കഴിയും. ഇങ്ങനെ വിലാപങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒരു മഹാചരിത്രത്തിനിടയിൽ ജനത്തിൻ്റെ ഇംഗിതത്തിന് വശംവദൻ ആകാത്തതിനാലും ദൈവത്തോടുള്ള തൻ്റെ പറ്റുമാനത്തെ മുറുകെ പിടിച്ചതിനാലും സ്വന്തം പ്രാണൻ കൊടുത്ത് രക്തസാക്ഷിയാകേണ്ടി വന്ന ഒരു മഹാരഥനാണ് ഹൂര് എന്ന് ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകനായ ബസലേലിനെയാണ്
യഹോവയുടെ ആലയം നിർമ്മിക്കുമ്പോൾ, നിയമപേടകം നിർമ്മിക്കുമ്പോൾ, അതിൽ ഉപകരണങ്ങൾ സജ്ജമാക്കുമ്പോൾ അതിൻ്റെ പ്രധാന ശില്പിയായിട്ട് ദൈവം പേർ പറഞ്ഞ് വേർതിരിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മോശയുടെ സഹോദരിയായ മിരിയാമിൻ്റെ പുത്രനും മോശയ്ക്ക് എക്കാലവും ഏറ്റവും വലിയ കൈത്താങ്ങലായിരുന്ന കാലേബിൻ്റെ സുതനുമായിരുന്നു ഹൂരെന്നാണ് യഹൂദ ചരിത്ര പാരമ്പര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതേസമയം വിഗ്രഹാരാധനയ്ക്ക് എതിർത്തതിനാലും ദൈവഭക്തിക്കു വേണ്ടി ശബ്ദമുയർത്തിയതിനാലും ജീവൻ ത്യജിക്കേണ്ടി വന്ന, കുല ചെയ്യപ്പെടേണ്ടി വന്ന സ്വസഹോദരന്മാരുടെ ഇടയിൽ തന്നെ അവരുടെ മർദ്ദനമേറ്റ് അവരുടെ കരങ്ങളാൽ വധിക്കപ്പെടേണ്ടി വന്ന ഒരു മഹാരഥനും വിശുദ്ധനുമായ മനുഷ്യനായിട്ടാണ് ഹൂരിനെ തിരുവെഴുത്തുകളിൽ, യഹൂദ ചരിത്രങ്ങളിൽ അവതരിപ്പിക്കുന്നത്. കാണാക്കഥകളും കേൾക്കാത്ത ചരിത്രങ്ങളും അപൂർണങ്ങളായിട്ടുള്ള സംഭവ സാഹചര്യങ്ങളുടെ പശ്ചാത്തലങ്ങളുമൊക്കെ വിവരിക്കുന്ന പുതിയ നാൾവഴികളുമായി, ചരിത്രത്തിൻ്റെ ഇടനാഴികളുടെ വിവരണങ്ങളുമായി VC ടോക്ക് വീണ്ടും നാം കാണും വരെയും സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ഗാഡ് ബ്ലെസ്.